വർഷങ്ങളായുള്ള പ്രയത്നത്തിന്റെ ഫലമായാണ് നമ്മുടെ സംസ്ഥാനം ഇത്തരത്തിലൊരു നേട്ടം കൈവരിച്ചത് എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദം. വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട സർവേകൾ നടക്കുന്നുണ്ടായിരുന്നു. സംസ്ഥാനത്ത് അതിദരിദ്രർ ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ആ പരിശോധന ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ 64,000-ഓളം കുടുംബങ്ങൾ ആണ് കേരളത്തിൽ അതിദാരിദ്ര്യം നേരിടുന്നതായി കണ്ടെത്താൻ സാധിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവരെ ദാരിദ്ര്യമുക്തർ ആക്കി എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ അവകാശവാദം. ഇത് 1-2 ദിവസം കൊണ്ടുള്ള നേട്ടം അല്ല, മറിച്ച് ദിവസങ്ങളായി ഇതിനുവേണ്ടി സംസ്ഥാന സർക്കാർ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അവകാശപ്പെടുന്നത്. ഈ നേട്ടവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക രംഗത്തുള്ളവരും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും ഒക്കെ നിരവധിയായ സംശയങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും ഇങ്ങനെ ഒരു നേട്ടത്തിലേക്ക് എത്തുന്നു എന്നത് എല്ലാ മലയാളികളെയും സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അഭിമാനകരമാണ്. നിയമസഭയിൽ ചട്ടം 300 അനുസരിച്ച് നടത്തിയ പ്രസ്താവനയിലൂടെ ആയിരുന്നു ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ പ്രഖ്യാപനം. ഇത് പുതുയുഗ പിറവി എന്നായിരുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. അതേസമയം ഈ സംസ്ഥാന പ്രഖ്യാപനത്തിന്റെ ദാരിദ്ര്യമുക്തമായിട്ടുള്ള സംസ്ഥാന പ്രഖ്യാപനത്തിന്റെ ഒരു ചടങ്ങ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട താരം മമ്മൂക്ക ഒരു ഇടവേളയ്ക്ക് ശേഷം പൊതുവേദിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അദ്ദേഹം അസുഖബാധിതനായതിനു ശേഷം പിന്നീട് നമ്മൾ അധികമൊന്നും ഇങ്ങനെയൊരു ഫ്രെയിമിൽ മമ്മൂട്ടിയെ കണ്ടിട്ടില്ല. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങിയിരുന്നു. എന്തായാലും വിജയകരമായി തന്നെ ചികിത്സ പൂർത്തിയാക്കി അദ്ദേഹം സിനിമാ സെറ്റിലേക്ക് പുറപ്പെട്ടതിന് ശേഷം ഇപ്പോൾ ആദ്യമായി ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നത് ചരിത്രപരമായ ഒരു ചടങ്ങിൽ തന്നെയാണ് പങ്കെടുക്കുന്നത്. വലിയ തോതിൽ ആളുകളെ പ്രേക്ഷകരെ കാണികളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. സദസ്സ് പ്രൗഢഗംഭീരം എന്ന് തന്നെ നമുക്ക് പറയാം. മോഹൻലാൽ, കമൽഹാസൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ കൂടി ഈ വേദിയിൽ അണിനിരക്കും എന്നതായിരുന്നു സർക്കാരിന്റെ അവകാശവാദം. പക്ഷേ ആ താരങ്ങൾ എത്തുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ മമ്മൂട്ടിയുടെ സാന്നിധ്യം തന്നെ ഒരു താരശോഭയിലേക്ക് ഈ ചടങ്ങിനെ എത്തിച്ചിട്ടുണ്ട് എന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം തന്നെ വേദിയിലേക്ക് എത്തുകയും ചെയ്യും. നമുക്ക് ഈ ദൃശ്യങ്ങളോടൊപ്പം തന്നെ ഇന്ന് നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിയിരുന്നു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചട്ടം 300 അനുസരിച്ച് ആയിരുന്നു ഇത് സംബന്ധിച്ചൊരു പ്രസ്താവന നടത്തിയത്. പുതുയുഗ പിറവി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നേട്ടത്തെ വിശേഷിപ്പിച്ചത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയ ഇതിനു മുൻപ് സാർവത്രിക പൊതുവിതരണ സമ്പ്രദായത്തിനും ഭൂരാഹിത്യവും ഭവനരാഹിത്യവും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും കൈക്കൊണ്ട നടപടികളുടെ തുടർച്ചയാണ്. ഇവയുടെയൊക്കെ ഫലമാണ് നാം ഇന്ന് പ്രഖ്യാപിക്കുന്ന ഈ അഭിമാനകരമായ നേട്ടം. കേരളത്തിലെ ജനങ്ങളോട് ഇന്ന് ഈ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് ഈ സഭയിൽ അംഗമായിരിക്കാൻ കഴിയുന്നു എന്നത് മുഴുവൻ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും അഭിമാനകരമായിരിക്കും എന്നതിൽ എനിക്കുറപ്പുണ്ട്. ഈ സഭയുടെ പൊതുവായ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് അഭിമാനപൂർവം പ്രഖ്യാപിക്കട്ടെ, കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു. പുതിയ ഒരു മാതൃക കൂടി രാഷ്ട്രത്തിന് മുൻപാകെ നാം സമർപ്പിക്കുകയാണ്. കേരളം പല ക്ഷേമ പ്രവർത്തനങ്ങളുടെയും പരീക്ഷണശാലയാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിലും നമ്മുടെ പരീക്ഷണങ്ങൾ. ഇതാണ് സഭയിൽ നടത്തിയ പ്രസംഗം. അത് നമ്മൾ സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ആഘോഷ പരിപാടിയുടെ തുടക്കമാകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാ വേദിയിലേക്ക് എത്തുന്നു. മന്ത്രി MP രാജേഷ്, മന്ത്രി V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ഒപ്പം കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ തന്നെ നടൻ മമ്മൂട്ടി വേദിയിലേക്ക് എത്തുകയും ചെയ്തതാണ്. ഇപ്പോഴിതാ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനത്തിന് ശേഷമുള്ള ചടങ്ങ് ആണ് നടക്കുന്നത്. നിരവധി ആളുകൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നു. പ്രതിപക്ഷം അതേസമയം നിരവധിയായ സംശയങ്ങൾ ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇത് ഒരു പ്രചാരവേലയുടെ ഭാഗമാണോ എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. സ്വാഭാവികമാണ്, നമ്മുടേതൊരു ജനാധിപത്യ സംവിധാനമാണ്. അവിടെ പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തിൻ്റെതുപോലെ തന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇതാ നമ്മുടെ ചടങ്ങ് ആരംഭിക്കുകയാണ്. കേരളപ്പിറവിയുടെ 69ാം വർഷത്തിൽ ആണ് കേരളം അതിദാരിദ്ര്യമുക്തമാകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമാണ് ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയത്. അതിനുശേഷമുള്ള ചടങ്ങ് തിരുവനന്തപുരത്ത് ആരംഭിച്ചിരിക്കുന്നു. സ്പീക്കർ AN ഷംസീർ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് വേദിയിൽ കാണാൻ സാധിക്കുന്നു. സാമൂഹിക പുരോഗതിയിൽ ഇന്ത്യക്ക് മാതൃകയായ കേരളം ഇതാ മറ്റൊരു ചരിത്രം കൂടി ഇവിടെ അടയാളപ്പെടുത്തുകയാണ്. ഇനി മുതൽ കേരളം അതിദാരിദ്ര്യമില്ലാത്തവരുടെ നാട്. നിങ്ങൾ ഏതൊരു നടപടിയും സ്വീകരിക്കുന്നതിന് മുമ്പ് ഏറ്റവും ദരിദ്രരും ദുർബലരുമായ മനുഷ്യരുടെ മുഖം ഓർക്കുക എന്ന
മഹാത്മാഗാന്ധിയുടെ വാക്കുകളുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുന്ന നേട്ടമാണിത്. സമൂഹത്തിൽ ദുർബലരായ അതിദരിദ്ര ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിച്ച് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും മഹത്തരമായ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പൂർത്തീകരണത്തിന്റെ വിജയകാഹളം ഇതാ ഇവിടെ മുഴങ്ങുകയാണ്. കേരളം ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാവുന്നതിന്റെ പ്രഖ്യാപനത്തോടനുബന്ധിച്ചുള്ള മഹാസമ്മേളനം ആരംഭിക്കുകയാണ്. ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് IAS അവരെ സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ്, ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട മന്ത്രിമാർ, MP-മാർ, MLA-മാർ, ജനപ്രതിനിധികൾ, ചലച്ചിത്ര രംഗത്തെ പ്രമുഖ വ്യക്തിയായ ശ്രീ മമ്മൂട്ടി, വിവിധ വകുപ്പുകളുടെ പ്രമുഖർ, ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, പൊതുജനങ്ങൾ, മാധ്യമ സുഹൃത്തുക്കൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ പ്രിയ കേരളത്തിന്റെ 69ാം പിറവി ദിനത്തിൽ നാം ഒത്തുകൂടുന്നത് ഒരു സംസ്ഥാനത്തിന്റെ ജന്മദിനം ആഘോഷിക്കാൻ മാത്രമല്ല, ഒരു വാഗ്ദാനം പാലിച്ചു എന്ന സന്തോഷം പങ്കിടാനാണ്. 1956 ഈ ദിനത്തിൽ കേരളം രൂപം കൊണ്ടു. 2025 ഇതേ ദിനത്തിൽ നാം അഭിമാനത്തോടെ ലോകത്തോട് പറയുന്നു, കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതായി. ഈ ചരിത്ര പ്രഖ്യാപനത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രത്യേകിച്ച് സമൂഹത്തിന്റെ അറ്റത്തു നിന്നും മുഖ്യധാരയിലേക്ക് കാൽവെച്ച് കുടുംബങ്ങൾക്കാണ് ഈ സ്വാഗതത്തിന് ഏറ്റവും അധികം അർഹതയുള്ളത്. നിങ്ങളാണ് ഈ ആഘോഷത്തിന്റെ ഹൃദയം. ഈ ദിവസം നിങ്ങളുടേതാണ്. 1956 കേരളം രൂപം കൊണ്ടപ്പോൾ ഒരു തലമുറയ്ക്കുള്ളിൽ നാം ദാരിദ്ര്യം ഇല്ലാതായ കേരളം എന്ന് പറയുമോ എന്ന് ആരും വിചാരിച്ചിരുന്നില്ല. The road from 1956 to 2025 is not a straight line. It's a long winding footpath built by ordinary people. കർഷകരും അധ്യാപകരും നഴ്സുമാരും പഞ്ചായത്ത് അംഗങ്ങളും മത്സ്യത്തൊഴിലാളികളും സാധാരണ ജനങ്ങളും ചേർന്ന് കൈകോർത്ത് പണിത ഒരു പാത. ചിലർ ചോദിക്കും, കേരളം എങ്ങനെയാണ് ഇതുവരെ എത്തിയത്? ഉത്തരം സിമ്പിളാണ്. ഇവിടെ ജനങ്ങളാണ് മുൻനിരയിൽ. 1956 കേരളം രൂപം കൊണ്ടതിന്റെ ശേഷം കേരളം നടപ്പിൽ ആക്കിയ ഏറ്റവും മനോഹരമായ നിയമമാണ് ഭൂപരിഷ്കരണ നിയമം. നാം ഭൂമി കർഷകർക്ക് നൽകി. അതൊരു നയം മാത്രമല്ല. Land to the tiller was not just a policy. It was poetry written in the language of justice. പൊതുവിദ്യാഭ്യാസവും പൊതു ആരോഗ്യവും നമ്മുടെ പ്രയോറിറ്റിയായി. ഓരോ കുട്ടിക്കും പഠിക്കാൻ അവസരം കൊടുത്തു. ഓരോ രോഗിക്കും ചികിത്സ ലഭിക്കുമെന്ന് ഉറപ്പ് നൽകി. GDP